കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ദർശനയുടെ ഡോറിൽ തട്ടിയുള്ള വിളി കേട്ടാണ് വർണ്ണ കണ്ണു തുറന്ന് നോക്കിയത്. ദത്തൻ തന്നെ ചേർത്ത് പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. അവൾ ശബ്ദമുണ്ടാക്കാതെ തൻ്റെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കൈകൾ എടുത്തു മാറ്റി ചെന്ന് ഡോറ് തുറന്നു. വേദന കുറവുണ്ട് വർണ്ണ? കുറവുണ്ട് എടുത്തി. എന്നെ താഴേക്ക് വാ, ഭക്ഷണം കഴിക്കാൻ സമയമായി. ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് പറഞ്ഞ് ദർശന റൂമിലേക്ക് പോയി. സമയം രാത്രി 9 മണിയായി. വർണ്ണദത്തൻ്റെ അരികിലായി വന്നിരുന്നു. ഒന്ന് കുരിഞ്ഞ് പതിയെ അവനെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ സ്പർശനം അറിഞ്ഞതും ദത്തൻ പതിയെ കണ്ണു തുറന്നു. നിനക്കെപ്പോഴും നെറ്റിയിൽ മാത്രം ഉമ്മ വെക്കാൻ അറിയത്തുള്ളൂ. ദത്തൻ പരിഭവത്തോടെ എണീറ്റ് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. ദർശന ചേച്ചി ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു, ഞാൻ താഴേക്ക് പോവാ. അത് പറഞ്ഞ് വർണ്ണ തിരിഞ്ഞു നടന്നതും ദത്തൻ ബെഡിൽ നിന്ന് ഇറങ്ങി അവളെ പിന്നിൽ നിന്ന് ലോക്ക് ചെയ്തു. വെറുതെ കാളിക്കൽ ദത്ത, എനിക്ക് താഴേക്ക് പോകണം. നിന്റെ വേദന കുറവുണ്ടോ? അവളുടെ മുടി പിന്നിലേക്കിട്ട് പിൻകഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു. കുറവുണ്ട് ദത്ത. ഞാൻ നോക്കട്ടെ? വേണ്ട. ദത്തൻ അവളുടെ ടീഷർട്ട് ഉയർത്താൻ നിന്നതും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു. അതെന്താ ഞാൻ നോക്കിയ? കൈ മാറ്റടി, ഞാൻ നോക്കട്ടെ കലപ്പ് മാറിയോന്ന്. വേണ്ട ദത്ത, ഞാൻ കണ്ണാടി നോക്കിയതാ, മാറി. ഇപ്പൊ കുഴപ്പമില്ല. ദേവുട്ടിയെ വെറുതെ എന്നെ വാശി പിടിപ്പിക്കല്ലേ. നീ കൈ മാറ്റിയാൽ ഞാൻ വെറുതെ നോക്കിയേ ഉള്ളൂ. ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഈ ടീഷർട്ട് മുഴുവൻ ഉരിയെടുക്കും. ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞതും വർണ്ണ വേഗം അവൻ്റെ കയ്യിലെ പിടിവിട്ടു. കല്ലപ്പ് കുറവുണ്ട്. നാളേക്ക് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകട്ടോ. ദത്തൻ അവൻ്റെ ഇടുപ്പിൽ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. എന്നെ കുട്ടി താഴേക്ക് പോകും, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവളെ തിരിച്ചു നിന്നിട്ട് ചുണ്ടിലൊരു ഉമ്മ വെച്ച ശേഷം ദത്തൻ ബാത്റൂമിലേക്ക് പോയി. എന്നാൽ വാതിലിനരികിൽ ഇതെല്ലാം കണ്ടുനിന്ന പാർവതി ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോയി, ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ. വർണ്ണ താഴെ എത്തിയപ്പോൾ ചെറിയമ്മ മാത്രം അവളോട് വേദന കാര്യം ചോദിച്ചുള്ളൂ. അവൾ എന്നത്തെയും പോലെ ദർശനയുടെ അരികിലായി തൻ്റെ സീറ്റിൽ വന്നിരുന്നു. പാർവതിയും മാലതിയും എപ്പോഴത്തെയും പോലെ ദത്തൻ്റെ ചേറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി വന്നിരുന്നു. പക്ഷേ ഫ്രഷായി താഴേക്ക് വന്ന ദത്തൻ നേരെ വർണ്ണയുടെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. വർണ്ണ അവനെ അത്ഭുതത്തോടെ നോക്കിയതും അവനൊരു കള്ളച്ചിരി ചിരിച്ച് തൻ്റെ ഇടത് കൈ അവളുടെ വലത് കൈയിൽ കോർത്തു പിടിച്ചു. അമ്മയും ചെറിയമ്മയും കൂടിയാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പിയത്. പാർവതി ദത്തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും വർണ്ണയ്ക്ക് ചെറിയ അസൂയ തോന്നിയിരുന്നു. പക്ഷേ അവളത് പുറത്ത് കാണിച്ചില്ല. ഇവിടെ വന്നതിൽ പിന്നെ ദർശനയും ഭദ്രയും ശീലവും മുത്തശ്ശിയും പാർവതിയും മാത്രമാണ് തന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളൂ. എന്താ മോളെ, കഴിക്കുന്നില്ലേ? എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന വർണ്ണയോട് ചെറിയമ്മ ചോദിച്ചു. അത് കേട്ടതും വർണ്ണ ദയനീയമായി ദത്തനെ ഒന്ന് നോക്കി. ദത്തനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുകയാണ്. ദത്ത, അവൾ പതിയെ അവന് കേൾക്കാൻ പാകത്തിൽ വിളിച്ചു. അവൻ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താന്ന രീതിയിൽ തല ചരിച്ച് അവളെ നോക്കി. എനിക്ക് കഴിക്കണം. ആ കഴിച്ചോ, ഞാൻ പറഞ്ഞു കഴിക്കണ്ടെന്ന്. എൻ്റെ കായ് വിട്, എന്നാലേ കഴിക്കാൻ പറ്റൂ. അവൾ ദയനീയമായി പറഞ്ഞു. ആണോ? അവനവന് സ്ഥിരം കള്ളച്ചിരിയിൽ ചോദിച്ചതും വർണ്ണ അവനെ കണ്ണു തുറപ്പിച്ച് നോക്കി. അത് കണ്ടവൻ പതിയെ അവളുടെ കയ്യിലെ പിടിവിട്ടു. ദേവാ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് എന്താ നിന്റെ തീരുമാനം? പാപ്പ ഭക്ഷണം കഴിക്കുന്നതിൽ ഗൗരവത്തിൽ ചോദിച്ചു. അതിനുള്ള ഉത്തരം ഞാൻ ഇന്നലെ തന്നെ തന്നല്ലോ പപ്പ. ദത്തൻ മുഖമൊഴുത്താൻ തന്നെ പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ വാശിയാണ് വലുത്. അതിനിടയിൽ മറ്റാളുകളുടെ വിഷമത്തെ പറ്റിയോ സങ്കടത്തെ പറ്റിയോ ആരൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. വാശിയും ദേഷ്യവും മനസ്സിൽ വെച്ച് ജീവിതകാലം മുഴുവൻ നടന്നോ? പാപ്പ ദേഷ്യത്തിലാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലെ സങ്കടം എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇതെൻ്റെ ദേഷ്യമോ വാശിയോ അല്ല. അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ എന്തിന് വെറും ഒരു മാസത്തേക്ക് മാത്രമായി ഞാൻ കമ്പനി കാര്യങ്ങളിൽ ഇടപെടണം? കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരാൻ തന്നെ ഒരു മാസം വേണം. ഞാൻ മാത്രമല്ലല്ലോ ഈ കുടുംബത്തിലുള്ളത്. ശ്രീരാഗില്ലേ? അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പൂർണ്ണിമയോട് വരാൻ പറയൂ. അത് കേട്ടതും എല്ലാവരും ശ്രീരാഗിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് തറവാടിലെ ബിസിനസ്സിൽ ഇടപെടാൻ പാടില്ലെന്ന്. എനിക്ക് സ്വന്തമായ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് മാത്രമല്ല, ഞാനിപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിലാണ്. അത് പറഞ്ഞ് ശ്രീരാഗ് എണീറ്റ് പോയി. പിന്നീട് അവരൊരു തരത്തിലുള്ള സംസാരവും നടന്നില്ല. പപ്പയുടെ മുഖം കണ്ട് വർണ്ണയ്ക്ക് എന്തോ ഒരു സങ്കടം പോലെ തോന്നി. സാധാരണ ദർശനയോട് കലവില സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വർണ്ണ അന്ന് സൈലൻ്റ് ആയിരുന്നു. അവളിടയ്ക്കിടെ പപ്പയുടെ മുഖത്തേക്കും ദത്തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കാതെ വേഗം കഴിച്ച് എഴുന്നേൽക്ക് കുഞ്ഞാ. ദത്തൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ദേവദത്തൻ വർണ്ണയോട് മാത്രം സ്നേഹത്തിലേ സംസാരിക്കുകയുള്ളൂ.
അവളെ വഴക്ക് പറയുമ്പോൾ പോലും അതിൽ വാത്സല്യം നിറഞ്ഞിരിക്കും. ഈ 2 ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും അത് മനസ്സിലായിരുന്നു. ദേവദത്തൻ്റെ വീക്ക് പോയിന്റാണ് വർണ്ണെന്ന് മാലതി മനസ്സിലാക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് പോകാതെ തന്നെ താഴെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലെ മെയിൻ ഡോറിനടുത്തേക്ക് വരും. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് തിരിച്ചു തന്നെ പോകും. വർണ്ണയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉമ്മറത്ത് സ്റ്റെപ്പിലിരിക്കുന്ന ദത്തൻ്റെ പാപ്പ വർണ്ണയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് തിരിഞ്ഞു നോക്കി ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? അവൾ വാതിലിനരികിൽ നിന്നുകൊണ്ട് ചോദിച്ചതും പാപ്പ വായെന്ന രീതിയിൽ കൈകാട്ടി വിളിച്ചു. ഞാനിവിടെ ഇരുന്നോട്ടെ? വീണ്ടും പാപ്പയുടെ അടുത്തെത്തിയതും അവൾ ചോദിച്ചു. അവളുടെ മുഖഭാവം കണ്ട് പാപ്പക്കും ചിരി വന്നിരുന്നു. ഏതിനൊക്കെ എന്തിനാ കുട്ടി ഇങ്ങനെ ചോദിക്കുന്നേ? ഇരുന്നൂടെ? പാപ്പ പുഞ്ചിരിയോടെ പറഞ്ഞതും വർണ്ണ മടിച്ച് പാപ്പക്ക് അടുത്തായിരുന്നു. അത് പിന്നെ ഞാൻ... അവൾ എന്ത് പറയണമെന്ന് അറിയാതെ തപ്പി തടയാൻ തുടങ്ങി. പപ്പിയാണെങ്കിൽ ഇതെന്ന രീതിയിൽ താടിക്ക് കൈ കൊടുത്ത് അവളെ നോക്കിയിരിക്കുകയാണ്. ഞാൻ എന്താ വിളിക്കുക? സ്വയം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അത് കണ്ട് പപ്പ സംശയത്തോടെ നെറ്റിച്ചു വിളിച്ചു. ഞാൻ വർണ്ണയുടെ ആരാ? ദേവത്തിൻ്റെ അച്ഛൻ. ദേവത്തെ നിന്റെ ആരാ? ഭർത്താവ്. ആണല്ലോ. അപ്പൊ ഭർത്താവിൻ്റെ അച്ഛൻ എന്താ വിളിക്കുക? അച്ഛൻ. അപ്പൊ എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. അത് കേട്ടതും വർണ്ണയുടെ ചുണ്ടിലൊരു പുഞ്ചിരി പിഴന്നു. എന്നാ ഞാൻ ദത്തം വിളിക്കും പോലെ പപ്പാന്ന് വിളിച്ചോട്ടെ? അവൾ പ്രതീക്ഷയോടെ ചോദിച്ചതും പപ്പ സമ്മതത്തോടെ തലയാട്ടി. അല്ല, എന്താ ഇപ്പം എന്നെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം? അത് പറ, ഞാൻ കേൾക്കട്ടെ. പാപ്പയ്ക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? വർണ്ണ ചോദിച്ചതും പാപ്പ അത്ഭുതത്തോടെ അവളെ നോക്കി. മോളെന്താ അങ്ങനെ ചോദിച്ചേ? അത് ഇന്ന് പാപ്പ ദത്തനോട് ഓഫീസിൽ വരാൻ പറഞ്ഞില്ലേ? അപ്പം ദത്തൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ പാപ്പക്ക് ഒരുപാട് സങ്കടമായ പോലെ. അവിടെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാപ്പയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നോട് ആരും എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ കയറി വന്ന് മോളെങ്കിലും ചോദിച്ചല്ലോ. പാപ്പക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ബിസിനസ്സാണ് പാലക്കൽ എക്സ്പോർട്ടിങ്. അന്നത് ചെറിയൊരു സംരംഭമായിരുന്നു. പിന്നീട് ഞാനത് ഏറ്റെടുത്തപ്പോഴാണ് ഇന്ന് കാണുന്ന നിലയിൽ പാലക്കൽ എക്സ്പോർട്ടിങ് വളർന്നത്. പക്ഷേ ഇപ്പം അതെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥയിലാണ്. ഞാൻ വളർത്തിയെടുത്ത കമ്പനി ഏത് നിമിഷവും ഇല്ലാതാകും. ഒന്നും ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. അവസാന പ്രതീക്ഷ ദേവനായിരുന്നു. ഈ പാവനും കൈയൊടുന്നു. പാപ്പ അകലങ്ങളിലേക്ക് നോക്കി പറഞ്ഞു. വർണ്ണയ്ക്ക് എന്ത് പറഞ്ഞ് പപ്പയെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ദേവുട്ടിയെ കുറേ നേരമായിട്ടും വർണ്ണയെ താഴേക്ക് കാണാത്തത് കൊണ്ട് അവൾ അന്വേഷിച്ച് വന്നതാണ് ദത്തൻ. ഉമ്മർത്ത് പപ്പയുടെ അടുത്തിരിക്കുന്ന വർണ്ണയെ കണ്ടതും അവൻ ഡോറിൻ്റെ അരികിലായി നിന്നു. സമയം ഒരുപാടായി, മോള് പോയി ഉറങ്ങിക്കോ. ദത്തനെ കടന്ന് പാപ്പ പറഞ്ഞു. ദത്ത ഒന്നിങ്ങ് വാ. വർണ്ണ വിളിച്ചതും അവൻ മനസ്സില്ലാ മനസ്സോടെ അവരുടെ അരികിലേക്ക് വന്നു. ഇവിടെ ഇരിക്കു ദത്ത. അവൾ അവൻ്റെ കൈ പിടിച്ച് തൻ്റെ അരികിലായി ഇരുത്തി. ഇവ വർണ്ണയുടെ വലതുഭാഗത്ത് പപ്പയും ഇടതുഭാഗത്ത് ദത്തനുമാണ് ഇരിക്കുന്നത്. ദത്ത, പപ്പയുടെ കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ പപ്പക്ക് പറയാനുള്ളത് കേൾക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്ക്. ഞാൻ റൂമിലുണ്ടാകുവേ. വേണ്ട, ഇവിടെ ഇരിക്ക്. എഴുന്നേറ്റ് പോവാമെന്ന വർണ്ണയുടെ കൈ പിടിച്ച് പപ്പയും ദത്തനും ഒരുമിച്ച് പറഞ്ഞു. അത് കണ്ട് വർണ്ണയ്ക്ക് ചിരി വന്നു. അവൾ വീണ്ടും എഴുന്നേറ്റിനിരുന്നു. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. പപ്പേ. ദത്തൻ അകലേക്ക് നോക്കിയിരിക്കുന്ന മുകുന്ദനെ വിളിച്ചു. എന്താ പപ്പ കമ്പനി പ്രശ്നം? ദത്തൻ എഴുന്നേറ്റ് പപ്പയുടെ അരികിലിരുന്നു. നീ ഇവിടുന്ന് പോകുമ്പോഴുള്ള കമ്പനി അല്ലടായത്. പണ്ടത്തെ നമ്മുടെ കമ്പനിയുടെ പകുതി പ്രോഫിറ്റ് പോലും ഇപ്പോൾ ഇല്ല. പേരിനൊരു കമ്പനി, അത്രേ ഉള്ളൂ. എക്സ്പോർട്ടിംഗ് സെക്ഷനിലെ പകുതി ഷെയർ ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ കയ്യിലാണ്. അധികം വൈകാതെ എക്സ്പോർട്ടിംഗ് കൂടി അവൻ്റെ കീഴിലാകും. അവനെന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ കുറച്ചു കാലം കൊണ്ട് അവൻ ഇത്രയും ഉയരില്ല. പക്ഷേ അവനെ കുറ്റക്കാരനാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ ഇതെല്ലാം എൻ്റെ സംശയമാണെങ്കിലും എന്തൊക്കെയായാലും എനിക്കെൻ്റെ കമ്പനി നഷ്ടപ്പെടുത്താൻ വയ്യ ദേവ. അതാ നിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ചത്. പക്ഷെ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ടടാ. പാപ്പ ഡ്രസ്സിയോടെ പറഞ്ഞു നിർത്തി. ദത്തനൊരു ആശ്വാസം വന്ന പോലെ പാപ്പയുടെ കയ്യിൽ തൻ്റെ കൈ കോർത്തു പിടിച്ചു. പാപ്പ വിഷമിക്കാതെ, എനിക്കൊന്ന് ആലോചിക്കണം. എന്നിട്ട് ഞാൻ നാളെ പറയാം. നാളെ അയാൾ എത്തുമല്ലോ, ചന്ദ്രശേഖർ. ഏട്ടാ. അപ്പോഴേക്കും ദത്തൻ്റെ അമ്മ പുറത്തേക്ക് വന്നിരുന്നു. വർണ്ണയെ കണ്ടതും അമ്മയുടെ മുഖം മങ്ങി. അവർ വർണ്ണയെ ശ്രദ്ധിക്കാതെ പപ്പയുടെ അരികിലെത്തി. ഏട്ടാ, പാറുമോൾക്ക് എന്തോ ഒരു അസുഖം പോലെ. അതുകൊണ്ട് ഞാൻ ഇന്ന് മോളുടെ ഒപ്പം കിടന്നോട്ടെ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അമ്മ അകത്തേക്ക് പോയി. അമ്മക്കൊരു മാറ്റമില്ലല്ലേ? അമ്മ പോകുന്നെന്ന് നോക്കി ദത്തൻ ചോദിച്ചു.
എന്ത് മാറ്റം? അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് പാർവതിയും ദേവനുമാണല്ലോ. ദേവനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഞാനിവിടെ ഇവിടേക്ക് കൂട്ടി വന്നതോടുകൂടി അമ്മ ഇപ്പം പണ്ടത്തെ പോലെ എന്നോട് മിണ്ടാറില്ല. അത് നിന്നോട് സ്നേഹമില്ലായിട്ടൊന്നും അല്ലടാ, പാർവതിക്ക് വേണ്ടിയാ. എനിക്കറിയാം നീ ഇവിടുന്ന് പോയിട്ട് മാസത്തിൽ ഒരിക്കൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് അമ്മയെ കാണുന്നതൊക്കെ. അപ്പോഴീ പപ്പയെ നീ മറന്നു അല്ലേ? അത് കേട്ടതോട് ദത്തന് നൽകാൻ ഒരു ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. പറ്റിയില്ല പപ്പയെ, ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ചപ്പോൾ, സ്നേഹിച്ചവൾ ചതിച്ചപ്പോൾ എല്ലാത്തിനോടും ഒരുതരം വെറുപ്പായി. പപ്പ പോലും എന്നെ അവിശ്വസിച്ചില്ലേ? ക്ഷമിക്കടാ, അപ്പോഴത്തെ പപ്പയുടെ അവസ്ഥ അതായിരുന്നു. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം. പപ്പ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. മോളോട് അമ്മ ഇതുവരെ ഒന്നും സംസാരിച്ചില്ലല്ലേ? ഇല്ല, അവൾ ഒറ്റ വാക്കിൽ ഉത്തരം നൽകി. മോളത് കാര്യാക്കണ്ട. ഇവനൊരു അനിയത്തി ഉണ്ടല്ലോ ശീലു, അവൾക്കെന്നും പരാതിയായിരുന്നു. അമ്മക്ക് അവളേക്കാൾ ഇഷ്ടം പാർവനോടാണെന്ന് പറഞ്ഞ്. പാവം, അവളുടെ ചെറിയമ്മുള്ളത് കാരണം എൻ്റെ കുട്ടിക്ക് അമ്മയുടെ കരുതൽ കിട്ടിയത്. ആ സമയം ഒരുപാടായി, നിങ്ങൾ പോയി കിടക്കാൻ നോക്കിക്കോ. ദേത്തൻ തലയാട്ടിക്കൊണ്ട് വർണ്ണയെ പിടിച്ച് അകത്തേക്ക് പോയി. അച്ഛൻ അകത്തേക്ക് വരുന്നില്ലേ? ഡോറിൻ്റെ അരികിലെത്തിയ ദേത്തൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു. കുറച്ചുകൂടി നേരം ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പോയിക്കോ. പാവം പാപ്പ അല്ലേ ദേത്ത? ദേത്തൻ്റെ കയ്യിൽ തൂങ്ങി പിടിച്ച് റൂമിലേക്ക് വരുന്ന വർണ്ണ ചോദിച്ചു. ദേത്തൻ ഡോർ ലോക്ക് ചെയ്ത് ബാത്റൂമിലേക്ക് ടവലും എടുത്ത് പോയി. വർണ്ണ നേരെ വന്ന് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. ഇവനെന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നേ എന്തോ? വർണ്ണ ഫോണും എടുത്ത് ഓരോന്ന് നോക്കാൻ തുടങ്ങി. അനുവിൻ്റെയും വേണിൻ്റെയും കുറെ കോളുകൾ വന്ന് കിടക്കുന്നുണ്ട്. സമയം 10 മണി കഴിഞ്ഞു. നാളെ വിളിക്കാമെന്ന് കരുതി നോക്കുമ്പോൾ വാട്സപ്പിൽ കുറെ വേണിയുടെയും അനുവിൻ്റെയും വോയിസ് മെസ്സേജ് ഉണ്ട്. അവർ 3 പേരും കൂടി ക്ലാസ്സിലെ കുട്ടികളെ കുറ്റം പറയാനും സീനിയർ ചേട്ടന്മാരെ കുറിച്ച് ചർച്ച ചെയ്യാനും കോഴിത്തരങ്ങൾക്കും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വർണ്ണ ഓരോ വോയിസും ഓപ്പൺ ചെയ്തു. വർണ്ണമോളെ, അനുമോളെ, നിങ്ങളുടെ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയോ? ഇനി ക്ലാസ് തുടങ്ങാൻ 1 മാസം ഉണ്ടല്ലോ, ഇനിയും ദിവസമുണ്ട്, അതൊക്കെ ചെയ്യാം. ആ അങ്ങനെ വിചാരിച്ചിരിക്കട്ടെ അനു. ആ ഇന്ദു മാമിൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ. എപ്പോഴാണ് സ്വഭാവം മാറുന്നത് എനിക്ക് അറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം കാലി കയറി പെണ്ണുമ്പോൾ നാളെ എങ്ങാനും സബ്മിറ്റ് ചെയ്യണമെന്ന് തലേ ദിവസം പറഞ്ഞാൽ നമ്മൾ പെടും. അതും ശരിയാ. എന്തായാലും നാളെ മുതൽ വർക്ക് തുടങ്ങണം. വർണ്ണമോളെ, ഇതൊക്കെ നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, അവളിപ്പോൾ തറവാട്ടിൽ പോയി അഴിച്ച് പൊളിക്കുകയല്ലേ, ഇതിനൊന്നും സമയം കാണില്ല. വർണ്ണ, എന്തായാലും വർക്കിൻ്റെ കാര്യം മറക്കണ്ട, നാളെ മുതൽ തുടങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ നാളെ മുതൽ നമ്മൾ വർക്ക് തുടങ്ങുന്നു. വർണ്ണ ടൈപ്പ് ചെയ്തു. ശേഷം അവൾ മറ്റു ഗ്രൂപ്പിലെ മെസ്സേജുകൾ നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദത്തൻ കുളി കഴിഞ്ഞ് വന്നു. അവനൊരു മുണ്ടെടുത്ത് കയ്യിൽ ടവൽ ചെയറിൽ വിരിച്ചിട്ടു. ശേഷം വർണ്ണയുടെ മടിയിൽ വന്ന് കിടന്നു. ദത്ത, മനോട് ദുബായിൽ പോവാല്ലേ? അവൻ്റെ മുഖത്തേക്ക് പാറി വീണ മുടിയൊതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. നീ എങ്ങനെ അതറിഞ്ഞു? മനോടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലോ? ദത്തൻ ചോദിച്ചതും വർണ്ണ അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ചു. പറയടി, ഏത് ഗ്രൂപ്പ്? അന്ന് കോകില ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ദത്തനും പിള്ളേരെന്ന ഗ്രൂപ്പ് നെയിം. ഏതായാലും ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് നീ വഴക്ക് പറയാന്ന് കരുതി പറയാതിരുന്നതാ. എടി നിന്നെ ഞാൻ. ദത്തൻ അവളുടെ ചെവി പിടിച്ച് തിരിച്ചു. ആ സോറി ദത്ത, ഞാൻ നിന്നെയും കൂടി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. വേണ്ട വേണ്ട, ഞാനൊന്നുമില്ല നിങ്ങളുടെ പാട്ടപ്പൊളി ഗ്രൂപ്പിൽ. പിന്നെ പാട്ടപ്പൊളിയൊന്നുമല്ല, നല്ല ഗ്രൂപ്പാ. പിന്നെ മനോട്ടൻ ഇപ്പോൾ ഫേമസ് ആയി ദത്ത. അന്ന് ഞങ്ങൾ റീൽസ് ചെയ്തല്ലോ, ആ വീഡിയോയോട് കൂടി ആളങ്ങ് പ്രമുഖനായി. മനോട്ടിൻ്റെ ഇപ്പോഴത്തെ നെയിം എന്തെന്ന് അറിയോ? റോക്കിംഗ് മനു മാധവ്. ഇതൊക്കെ എന്നും ഉണ്ടായാൽ മതി. ദത്തൻ താല്പര്യമില്ലാതെ പറഞ്ഞ് അവളുടെ വയലിലേക്ക് മുഖം അടുപ്പിച്ച് കിടന്നു. എന്താ ദത്ത, നിനക്കൊരു സങ്കടം? പാപ്പയുടെ കാര്യം ദത്തൻ്റെ മുഖഭാവം കൊണ്ട് വർണ്ണ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്, നീയും കിടന്നോ. അവനവിടെ വടിയിൽ നിന്നും എഴുന്നേറ്റ് ബെഡിലേക്ക് കിടന്നു. നീ വെറുതെ പറയാം, നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ വിഷമമുണ്ടെന്ന്. വർണ്ണയും അവൻ്റെ അടുത്തായി വന്ന് കിടന്നു. വെറുതെ ആവശ്യമില്ലാതെ ആലോചിച്ചിട്ട് തൻ്റെ ഈ കുഞ്ഞിത്തരം പോക്കണ്ട, കേട്ടോടി മാക്രി. മാക്രി നിന്നെ മാറ്റവള്. അത് പറഞ്ഞ് വർണ്ണ തിരിഞ്ഞു കിടന്നു. ദത്തൻ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തി. അപ്പോഴേക്ക് എൻ്റെ പൊന്ന് പിണങ്ങിയോ? ഞാൻ വെറുതെ വിളിച്ചതല്ലേ കാന്താരി. ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചെയ്ത് ഇക്ലിയാക്കിയതും വർണ്ണ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.